ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മമ്മൂട്ടി മികച്ച നടൻ, ഷംല ഹംസ നടി. നെല്ല് സംഭരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് മന്ത്രി ജി.ആർ. അനിൽ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. 55ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. മികച്ച നടൻ മമ്മൂട്ടി, ചിത്രം ബ്രഹ്മയുഗം. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തെയായിരുന്നു മമ്മൂട്ടി അവതരിപ്പിച്ചത്. മികച്ച നടി ഷംല ഹംസയാണ്, ചിത്രം ഫെമിനിച്ചി ഫാത്തിമ. മികച്ച ചിത്രം മഞ്ഞുമൽ ബോയ്സ് ആണ്. ടൊവിനോ തോമസ്, ജ്യോതിർമയി, ആസിഫ് അലി എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശവും ലഭിച്ചു. പ്രേമലുവാണ് ജനപ്രിയ ചിത്രം. നെല്ല് സംഭരണ പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്നും സർക്കാർ കർഷകരുടെ വികാരത്തിനൊപ്പമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി.ആർ. അനിൽ. നെല്ല് വില കുറച്ചു കിട്ടാനുള്ള തന്ത്രമാണ് മില്ലുടമകൾ സ്വീകരിക്കുന്നത്. പാലക്കാട് സംഭരണം ഉടൻ തുടങ്ങും. പാലക്കാട് സപ്ലൈകോ നേരിട്ട് നെല്ല് സംഭരിക്കും. ഉടൻ തന്നെ സംഭരണം തുടങ്ങാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCക്ക് പെൻഷൻ വിതരണത്തിന് 74.34 കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട സഹായമാണ് അനുവദിച്ചത്. ഈ വർഷം ഇതിനകം 933.34 കോടി രൂപ KSRTCക്ക് സർക്കാർ നൽകി. ICC വനിതാ ലോകകപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ടീമിന് വൻ തുക പാരിതോഷികം പ്രഖ്യാപിച്ച് BCCI. 51 കോടി രൂപ സമ്മാനമായി നൽകുകയെന്ന് BCCI അറിയിച്ചു. ടൂർണമെന്റ് ജേതാക്കളായതിൽ ICCയിൽ നിന്ന് പ്രൈസ് മണിയായി 39.78 കോടി രൂപയും ടീമിന് ലഭിച്ചിരുന്നു. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 52 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കന്നി ലോകകപ്പ് കിരീടം നേടിയത്. വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് മദ്യപൻ ചവിട്ടി താഴെയിട്ട പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ഇന്നലെ രാത്രി വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ച 19 വയസ്സുകാരി സ്ത്രീകുട്ടിയെ സർജറി ICUവിലേക്ക് മാറ്റി. ആന്തരിക രക്തസ്രാവം ഉള്ളതിനാൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ് പെൺകുട്ടിയുള്ളത്. ബംഗളൂരു ചിക്കനാഗഹള്ളിയിലെ തൊഴിലാളികൾ കഴിയുന്ന ഷെഡിന് സമീപത്ത് വെച്ച് നായയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതായി പരാതി. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബംഗളൂരുവിലെ ഒരു മൃഗസംരക്ഷണ പ്രവർത്തകയുടെ പരാതിയിലാണ് ഈ ക്രൂരത പുറം ലോകം അറിയുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ 10 പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി മഞ്ഞുമൽ ബോയ്സ്. 55ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ 10 പുരസ്കാരങ്ങളാണ് ചിത്രം കരസ്ഥമാക്കിയത്. ഇത്തവണ ഏറ്റവും കൂടുതൽ അവാർഡുകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രമാണ്. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച സ്വഭാവ നടൻ, മികച്ച ഛായാഗ്രഹകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച കലാസംവിധായകൻ, മികച്ച ശബ്ദമിശ്രണം, മികച്ച ശബ്ദ രൂപകൽപ്പന, മികച്ച പ്രോസസ്സിംഗ് ലാബ് തുടങ്ങിയ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ. നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ടെമ്പോ ട്രാവലർ ഇടിച്ചുകയറി 15 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. രാജസ്ഥാനിലെ ഫലോഡിയിലെ ഭാരത് മാല എക്സ്പ്രസ് വേയിലായിരുന്നു അപകടം. മരിച്ചവരെല്ലാം ട്രാവലറിലെ യാത്രക്കാരാണ്. അഫ്ഗാനിസ്ഥാനിലുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 10 മരണം. റിക്ടർ സ്കെയിലിൽ 6.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് മസർ-ഇ ഷരീഫ് പ്രദേശത്ത് വൻ നാശം വിതച്ചത്. 260-ലേറെ പേർക്ക് ഭൂചലനത്തിൽ പരിക്കേറ്റു. മെസ്സിയും സംഘവും കേരളത്തിലെത്തുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. അർജന്റീന ടീം മാർച്ചിൽ കേരളത്തിലെത്തുമെന്നാണ് മന്ത്രി അറിയിച്ചത്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.